അതിദരിദ്രരെയും നിരാലംബരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് 2002 അന്നത്തെ AK ആന്റണി സർക്കാർ ആരംഭിച്ച ഒരു സുപ്രധാന പദ്ധതിയാണ് ആശ്രയ പദ്ധതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഈ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗങ്ങൾക്ക് സാമൂഹിക സുരക്ഷയും സാമ്പത്തിക സഹായവും ഉറപ്പാക്കുക എന്നതായിരുന്നു. 2000ന്റെ തുടക്കത്തിൽ കേരളത്തിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ടായിരുന്നു. ശാസ്ത്രീയമായ സർവേകളിലൂടെ 6 ലക്ഷത്തിലേറെ പേരെ ഈ വിഭാഗത്തിൽ കണ്ടെത്തി. കേരളത്തിലെ അതിദരിദ്രരുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പദ്ധതി സഹായിച്ചു. നിരവധി കുടുംബങ്ങൾക്ക് ഭവനം, ഭക്ഷണം, ചികിത്സ തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭ്യമാക്കാൻ ഇത് സഹായകമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് താഴെത്തട്ടിൽ ദാരിദ്ര്യം കണ്ടെത്തി പരിഹാരം കാണാനുള്ള അടിസ്ഥാന മാതൃകയായി ഈ പദ്ധതി മാറി. ആശ്രയ പദ്ധതിയുടെ കാര്യത്തിൽ ആന്റണി സർക്കാർ ആരംഭിച്ച ഈ മാതൃകാപരമായ പദ്ധതിക്ക് ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ തുടർച്ച കേരളത്തിലെ ഏറ്റവും ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. ഇത് ദാരിദ്ര്യ ലഘൂകരണത്തിൽ കേരളം കൈവരിച്ച പുരോഗതിക്ക് ഒരു പ്രധാന കാരണവുമായിരുന്നു. പിന്നീട് വന്ന സർക്കാരുകളുടെ സമാനമായ പദ്ധതികൾ, ഉദാഹരണത്തിന് പിണറായി സർക്കാർ ആരംഭിച്ച അതിദാരിദ്ര്യ ലഘൂകരണ മിഷൻ, ഇതിൻ്റെ എല്ലാം തുടർച്ചയായി കാണാവുന്നതാണ്. കേരളം അതിദാരിദ്ര്യം ലഘൂകരിക്കുന്നതിൽ രാജ്യത്തിനൊരു മാതൃകയാണെന്നതിൽ സംശയമില്ല. എന്നാൽ അതിദാരിദ്ര്യം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പ്രസ്താവിക്കുന്നത് യാഥാർത്ഥ്യത്തെ ലളിതവൽക്കരിക്കുകയും യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ള ചില വിഭാഗങ്ങളെ അവഗണിക്കപ്പെടാൻ ഇടയാക്കുകയും ചെയ്യും. MP രാജേഷിനെ പോലെയുള്ള മന്ത്രിമാരുടെ അവകാശവാദങ്ങളും ഇടതു സർക്കാരിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന ആഘോഷവുമൊക്കെ ജനാധിപത്യ വിശ്വാസികളിൽ വെറുപ്പ് നിറയ്ക്കുകയേ ഉള്ളൂ.